അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സ്മാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ട് ഉൾപ്പെടെ വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പൊ നമ്മള് ഇന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾസ് കണ്ടിട്ടുണ്ടല്ലോ. വേരിയബിൾസ് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ വേരിയബിൾസ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ പറഞ്ഞ ചരം, വേരിയബിൾസ് അല്ലേ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y = f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എക്സും വൈയും ആണ് വേരിയബിൾസ് അല്ലേ. അപ്പം ഇവിടെ എക്സിന് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച്, ഫോർ എക്സാമ്പിൾ y = 2x + 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ എക്സിന് വാല്യൂ കൊടുക്കുന്നത് അനുസരിച്ച് ആണ് വൈക്കുടെ വാല്യൂ വേരി ചെയ്യുന്നത് അല്ലെ. എക്സിന്റെ വാല്യൂ കൊടുക്കുക, എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് 3 വരും, എക്സിന് 2 കൊടുക്കുമ്പോൾ 5 വരും. അങ്ങനെ എക്സിന്റെ വാല്യൂസ് മാറി 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 വരുന്നത് അനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്, വൈന്റെ വാല്യൂ കിട്ടുന്നത്. സോ ദ വാല്യൂ ഓഫ് വൈ ഡിപ്പെൻഡ്സ് ഓൺ വാല്യൂ ഓഫ് എക്സ് അല്ലെ. വാല്യൂ ഓഫ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വാല്യൂ ഓഫ് വൈ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേരിയബിളിനെ എക്സിനെ നമ്മൾ എന്തോ പറയുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും വൈനെ നമ്മൾ എന്തോന്ന് വിളിക്കും, ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും വിളിക്കും. അപ്പം വേരിയബിൾസ് ഉള്ള എക്സും വൈയും ഉള്ള ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്, സാധാ ഒരു ഇക്വേഷൻ ആണ്. ഇപ്പൊ ഇതില് ഇനി നമുക്ക് വേണ്ടുന്നത് എന്താ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പല രീതിയിൽ നമുക്ക് പറയാം. dy/dx ഡെറിവേറ്റീവ്, ഞാൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഓർഡിനറി ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യുന്നത്. dy/dx അല്ലെങ്കിൽ d²y/dx², അതും അല്ലെങ്കിൽ d3y/dx³ ഇങ്ങനെയൊക്കെയുള്ള ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആയിട്ടുള്ള ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ അതിനകത്ത് ആരൊക്കെ കാണാം, അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, y ഉണ്ടാകാം, അല്ലെങ്കിൽ dy/dx ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തുണ്ടാകാം, d²y/dx² ഉണ്ടാകാം, എക്സെട്ര. ഇതൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, a differential equation is a function of ആരുടെയൊക്കെ, y, dy/dx, d²y/dx², എക്സെട്ര. ഇങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു 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 ഫംഗ്ഷൻ. അപ്പം ഒരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ y + 2d²y/dx² = 5 ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഈ കൂടാതെ വേണമെങ്കിൽ ഈ മേളിൽ എഴുതിയതിനകത്ത് കൂടാതെ ഒരു സിയും കൂടെ വേണേ നമുക്ക് കൊടുക്കാം, ഒരു കോൺസ്റ്റന്റ് ടേമുകൾ വേണമെങ്കിൽ ഉണ്ടാകാം അല്ലേ. അപ്പം ഇതൊക്കെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ നേരത്തെ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് ഒരു ഇതിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ എന്ന് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല
തന്നിരിക്കുന്നതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ അല്ലേ, അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയില്ല. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഉറപ്പായിട്ടും താണ്ട് ഈ പറയുന്ന ആൾക്കാർ ഉണ്ടാവും. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവോ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവോ ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ആ ഓർഡറിനെ ഒന്നറിഞ്ഞ വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഇപ്പം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്കുണ്ട് എങ്കിൽ ഇതിന് ഒരു പ്രാവശ്യം നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ നമ്മൾ അതിനെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. അതിനെ തന്നെ വീണ്ടും ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്താൽ, അതായത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു ആരെ, ഈ പറഞ്ഞിരിക്കുന്ന ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതും. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് നമ്മൾ വിളിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ അവിടെ ആ സ്ക്വയർ വരുന്നത് എവിടെയെന്ന് നോക്കണം. ആക്ച്വലി ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് വൈ. ഇങ്ങനെയാണ്, കണ്ടോ? അടുത്ത തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് അപ്പൊ എന്തായിരിക്കും വരാൻ പോകുന്നത്? ടി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. അതിനെ ഇത്രയും കൂടെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതും, ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് വൈ. അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇതാണ് ഒരു ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്തുവാ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്തുവാ ചോദ്യമായിട്ട് വരാം. ഓർഡറും ഡിഗ്രി, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്തുവാ, അതിന്റെ ഡിഗ്രി എന്തുവാ എന്നൊക്കെ നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലേ? അപ്പം ആദ്യം നമുക്ക് നോക്കാം ഓർഡർ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതായിപ്പോ ഒരു ഉദാഹരണത്തിന് ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക, ഡി വൈ ബൈ ഡി എക്സ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 0. ഒരു സിമ്പിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തിരിക്കുക. അപ്പൊ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഇതിനകത്ത് ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആണോ? ഇതിനകത്ത് ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആണോ? y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഡി വൈ ബൈ ഡി എക്സോ അതോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറോ, ഇതിനെ ഞാൻ ഡെറിവേറ്റീവ്സ് ഒന്ന് ഉദ്ദേശിച്ചത്. അത് ഇതിനകത്തുണ്ടല്ലോ. ഇതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ഉണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ ഇതിനകത്തൊരു ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയും? ഈ ഇക്വേഷനകത്തുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ്. നമുക്ക് ഇങ്ങനെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഇങ്ങനെ പറയാം. അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫസ്റ്റ് ഓർഡർ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ സെക്കൻഡ് ഓർഡർ ഇല്ല, തേർഡ് ഓർഡർ ഇല്ല, ഫോർത്ത് ഓർഡർ ഇല്ല, അങ്ങനൊന്നുമില്ല. ഇതിലുള്ളതിൽ ഏറ്റവും വലിയ ഓർഡർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സോ ഫസ്റ്റ് ഓർഡർ. അപ്പോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ട് അതിന്റെ ഓർഡർ എഴുതാൻ പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവ്, അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എന്താന്ന് പറയാം? ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ order of the highest derivative present in the differential equation. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എത്ര ആയിരിക്കും? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 1, ഉറപ്പായിട്ടും 1. സംശയിക്കേണ്ട കാര്യമില്ല, ഏറ്റവും സിമ്പിൾ കാര്യം. പക്ഷേ ഇനി നമുക്ക് ഡിഗ്രിയെ പറ്റി നോക്കാം.
ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഡിഗ്രി കൂടെ പറഞ്ഞിട്ട്. തൊട്ട് മുന്നിലത്തെ എക്സാമ്പിൾ തന്നെ നമ്മളൊന്ന് എടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ചെറിയൊരു ചേഞ്ച് ഞാൻ അതിനകത്ത് വരുത്തുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. ഞാൻ ചുമ്മാ ഉണ്ടാക്കിയ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന്റെ ഓർഡർ എത്ര എന്ന് പറയാമോ? 2. കാരണം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവുകളിൽ ഏറ്റവും വലുത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ഓർഡർ ആണ് ഇവിടുത്തെ ഓർഡർ ആയിട്ട് എടുത്തിരുന്നത്. ശരി, എന്റെ ചോദ്യം ഇത് ഇത്രേ ഉള്ളൂ. ആ ഹയസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ഡെറിവേറ്റീവിന് മണ്ടയിൽ പവറുകൾ വല്ലതും വന്നിട്ടുണ്ടോ? പവർ അറിയാമല്ലോ. ഇപ്പൊ നമ്മൾ എക്സ് എഴുതിയ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എന്ന് ഈ 2, 3 ഞാൻ ഉദ്ദേശിച്ചത് പവർ എന്ന്. അങ്ങനെ വല്ലതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. അവിടെ ഡി വൈ ബൈ ഡി എക്സിന്റെ മണ്ടയിൽ പവർ ഉണ്ടോ? ഇല്ല എന്ന് പറയരുത്. അവിടെ പവർ ഉണ്ട്, 1. ഡി വൈ ബൈ ഡി എക്സിന്റെ മണ്ടയിൽ പവർ ഉണ്ടോ? 1. അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ടുന്നത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ മണ്ടയിലുള്ള പവർ. ആ ഏതെങ്കിലും എവിടെങ്കിലും കിടക്കുന്ന പവറിനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏത് മതി? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ മണ്ടയിൽ ഇരിക്കുന്ന പവർ. ക്ലിയർ ആയോ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ, അതിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിഗ്രി എത്ര? 1. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഡിഗ്രി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ ഞാൻ ഈ ഒരു അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കാം. ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. ഇതിന്റെ ഓർഡർ എത്ര? ഇതിന്റെ ഓർഡർ 2. ഡിഗ്രിയോ? 1. ഡിഗ്രി 2 ആവുമോ? ഇല്ല. സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എപ്പോഴും എക്സിന്റെ വലിയ പവറാണ്, അല്ലേ? എക്സിന്റെ വലിയ പവർ. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ആ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ഇതിന്റെ മണ്ടയിൽ 1 ഉള്ളൂ, ഇതിന്റെ മണ്ടയിൽ 2 ഉണ്ടല്ലോ, അങ്ങനെ ആണെങ്കിൽ 2 എടുത്തുകൂടെ എന്ന് ചിന്തിക്കരുത്. ആ അർത്ഥമല്ലത്തിലല്ല നമ്മളിവിടെ പറയുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്, അപ്പൊ അതിനകത്തുള്ള ഏറ്റവും വലിയ ആളുടെ പവറിനെ മാത്രമേ നമ്മൾ നോക്കാവൂ. അപ്പൊ ഇതിന്റെ മേളിൽ 1 ആ 1 ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇതുപോലൊരു ചോദ്യം ഉറപ്പായിട്ട് നമ്മളത് ചോദിക്കത്തില്ല കേട്ടോ. ഇതുപോലൊരു ചോദ്യം ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കത്തില്ല. ഞാൻ അതിന് 2-3 എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം. ഒരു ഓർഡർ ഡിഗ്രി നിങ്ങൾ പറയണേ. ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ലോഗ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓർഡർ എത്ര? 1. ഡിഗ്രി എത്ര? 2. സിമ്പിൾ അല്ലേ? അടുത്തൊരെണ്ണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 6y ഈക്വൽ ടു 4. ഓർഡർ എന്തുവാ? സിമ്പിൾ ചോദ്യം. 2. ഡിഗ്രിയോ? 1. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. അതിന്റെ ഓർഡർ എന്തോ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ആരാണെന്ന് നോക്കിയാൽ മതി. 1. ഓർഡർ 1. ഇത് 0 ഈക്വൽ ടു 1 എന്ന് വിചാരിക്കലല്ലേ? ഓർഡർ
അടുത്ത ഡിഗ്രിയോ? ആ, അവിടെ നമുക്ക് തെറ്റി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയതനുസരിച്ച് ഇതിന്റെ ഡിഗ്രി എന്ത് വന്നേ പറ്റത്തുള്ളൂ? ഒന്ന് വന്നേ പറ്റത്തുള്ളൂ, ശരിയല്ലേ? കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. രണ്ടിനും പവറുകളൊന്നും വന്നിട്ടില്ല, ശരിയല്ലേ? രണ്ടിനും പവറുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സൈൻ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഒന്ന് വന്നേനെ. പക്ഷെ അവിടെ ഉണ്ടല്ലോ, സൈൻ അവിടെ ഉണ്ടല്ലോ. അപ്പം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്താണ് ഡെറിവേറ്റീവ് വരുന്നതെങ്കിൽ അതിന്റെ ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തോന്ന് നമ്മൾ പറയും? കനോട്ട് ബി ഡിഫൈൻഡ് എന്ന് എഴുതാനേ പറ്റത്തുള്ളൂ. കനോട്ട് ബി ഡിഫൈൻഡ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. അതാണ്ട് ഇവിടെ തന്നെയുള്ള സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നിങ്ങളൊരു പവർ സീരീസ് എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇനി ടെൻഷൻ ആവുമോ? വേണ്ട. എനിങ്ങനെ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ, ഇതുപോലൊരു സാധനം എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇത്രയും കാലത്തെ വിദ്യാഭ്യാസ ജീവിതത്തിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇത് കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? കണ്ടിട്ടില്ലേ? ഇതിനെയാണ് പവർ സീരീസ് എക്സ്പാൻഷൻ എന്നോ അല്ലെങ്കിൽ മക്കളോറിയൻ സീരീസ് എക്സ്പാൻഷൻ എന്നോ ഒക്കെ പറയും. സോറി. അപ്പം ഇതിനകത്ത് എക്സ് മാറ്റി നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ആക്കിയാൽ എന്ത് സംഭവിക്കും? സൈൻ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആകെ പ്രശ്നമായില്ലയോ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് അടുത്തത് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. സോറി മൈനസ്, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ഇങ്ങനെ പോവുക. ഇതിന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഹയസ്റ്റ് പവർ ഏതാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പറ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിങ്ങനെ അങ്ങ് പോവുക. അടുത്തത് 3 ആവും, പിന്നെ 5 ആവും, പിന്നെ 7 ആവും, 9 ആവും, ഇങ്ങനെ പോവുക. അപ്പൊ അതിന്റെ അവസാനം എന്തുവാ? ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? ഇതിന്റെ ഇല്ല. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഡി വൈ ബൈ ഡി എക്സിന്റെ ഏറ്റവും വലിയ പവറാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാധനത്തെ കണ്ടുപിടിക്കാൻ ഇവിടെ പറ്റത്തില്ലല്ലോ. അനന്തമായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ അവസാനത്തെ ടൈം നമ്മൾ എങ്ങനെ പറയും? സോ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത്, ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഡെറിവേറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിന്റെ ഡിഗ്രി ഓർഡർ കണ്ടുപിടിക്കാം, പക്ഷെ ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. തിരിഞ്ഞു പോകരുത്. ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും, ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ക്ലിയർ? സാർ, പറയും. ഡിഗ്രി കനോട്ട് ബി ഡിഫൈൻഡ് എന്നാണ്. അത് ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റുമോ അതിന്? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓർഡർ ആൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഡിഗ്രി നമ്മൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സംബന്ധിച്ച്? ഒന്ന് ആലോചിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവാന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം. നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ അങ്ങനെ പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനേ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പൊ എന്തായാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി നമ്മൾ എപ്പോഴും എങ്ങനെ പറയത്തുള്ളൂ? ഇതുപോലത്തുള്ള സാഹചര്യത്തിൽ ഡിഗ്രി ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഡിഗ്രി അതിന് ഇല്ല, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ തലമുണ്ടാക്കണ്ട. ഡിഗ്രി ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ലെന്നോ ഇൻഫിനിറ്റി എങ്ങനെ മനസ്സിലാക്കി വെച്ചോ, പക്ഷെ ഡിഗ്രി ഇല്ല. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം ഞാൻ പറയാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഇതിന്റെയോ? ഡിഗ്രി 2. ഓർഡർ 2. ഇവിടെയും ഡിഗ്രി നമുക്ക് പറയാൻ സാധ്യമല്ല കേട്ടോ. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക, ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനകത്ത് ഡെറിവേറ്റീവ് വന്നാൽ, ഞാൻ നേരത്തെയും പറഞ്ഞു, ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനകത്ത് ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിന് ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു പറഞ്ഞ ആ എക്സാമ്പിൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കരുത്. കാരണം ഇവിടെ ഇപ്പം എന്താവും, അത് dv/dxന്റെ പവറുകളായിട്ടേ വരത്തുള്ളൂ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പറയും ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഇതല്ലേ, ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഇതല്ലേ, അപ്പൊ അതിന്റെ പവർ നോക്കിയാൽ പോരെ? അങ്ങനെയല്ല. പോളിനോമിയൽ ഇക്വേഷൻസ് dy/dx എന്ന് പറയുന്നത്, അല്ലെങ്കിൽ d²y/dx², അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം. പോളിനോമിയൽ ഇക്വേഷൻ എന്തായിരിക്കണം? dy/dx ആയിരിക്കണം. എങ്ങനെ? ഒന്നുകൂടെ തെളിച്ച് പറയാം. പോളിനോമിയൽ ഇക്വേഷൻ ഇൻ dy/dx. ഈ dy/dxന്റെ സ്ഥാനത്ത് y വന്നിരുന്നുവെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. കോസ് y എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതിനൊരു ഉദാഹരണം ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ്ട് കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ വെറും കോസ് x എന്നേ ഉള്ളു. അവിടെ നമുക്ക് ഒരു വിഷയമില്ലായിരുന്നു. അപ്പം ശ്രദ്ധിക്കുക, അവിടെ സൈനകത്ത്, കോസിനകത്ത്, ടാനിനകത്ത് ഈ അങ്ങനെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഡെറിവേറ്റീവ് വരുന്നത് നമുക്ക് എന്തല്ല, പോളിനോമിയൽ ഇക്വേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റ് മാത്രം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചേക്കുക. എന്തുവാ ഇതിന് മനസ്സിൽ എഴുതി വെക്കുന്നത്? പോളിനോമിയൽ. അപ്പൊ ഈ dy/dx വരുന്നിടത്തെല്ലാം എങ്ങനെ ആയിരിക്കണം? dy/dxോ d²y/dx² ഒക്കെ വരുന്നിടത്ത് എങ്ങനെയായിരിക്കണം? അത് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയിട്ടിരിക്കണം. അല്ലാതെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഡിഗ്രി ഇല്ല എന്ന് നമ്മൾ പറയും. ക്ലിയർ ആയോ? നമ്മളടുത്ത് PSC പരീക്ഷയാണ്. നമ്മളടുത്ത് എന്തായാലും ഇതിന്റെ കാരണം എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് PSC പരീക്ഷയിൽ ചോദിക്കത്തില്ല. നമ്മുടെ അടുത്ത് ചെന്നിട്ട് ഇതിന്റെ ഡിഗ്രി എത്ര, ഡിഗ്രി കനോട്ട് ബി ഡിഫൈൻഡ് എന്നൊരു ഓപ്ഷൻ അതിനകത്ത് തീർച്ചയായിട്ടും കാണും. അല്ലെങ്കിൽ ഡിഗ്രി ഇൻഫിനിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. അപ്പൊ അതിനകത്ത് ഇപ്പൊ എന്തായാലും 1, 2, 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ലാതെ നമുക്കറിയാവേ. ഈ ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഇത് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ഓർഡർ 2 ഡിഗ്രി 2 നമ്മൾ എഴുതും. അതാണ് അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത്, കേട്ടോ. അപ്പൊ dy/dxന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ മാത്രമേ ഡിഗ്രീനെ പറ്റി നിങ്ങൾ ചിന്തിക്കാവൂ. പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. എക്സാമ്പിൾ ഇനിയും വരുന്നുണ്ട്. വേണ്ടേ? ഇതിന് അടുത്തൊരു ഉദാഹരണം, ഞാൻ ഇപ്പൊ പറഞ്ഞ അതേ ചോദ്യത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന മറ്റൊരു ചോദ്യം. ഈ ഡെറിവേറ്റീവ് dy/dxനെ നിങ്ങൾ മറ്റു രീതിയിൽ എങ്ങനെയും കണ്ടിട്ടുണ്ടോ? y' എന്ന് എഴുതി കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ d²y/dx² നമുക്ക് y2' എന്ന് എഴുതി കണ്ടിട്ടില്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാ. സോ അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഞാൻ എഴുതുക. കാരണം പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കും നമുക്ക് ഇപ്പം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ നൊട്ടേഷൻസും അറിഞ്ഞിരിക്കുക. y3' പ്ലസ് y² പ്ലസ് e⁻y' ഈക്വൽ ടു 0. ഇതിന്റെ ഓർഡർ എത്ര? ഓർഡർ 3. ശരി, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സ്ക്വയർ എന്ന് പറഞ്ഞ y² എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തുവാ? അതിന്റെ ഡെറിവേറ്റീവ് ആണോ? അല്ല, ഡെറിവേറ്റീവ് അല്ല, അത് വെറും സ്ക്വയർ ആണ് കേട്ടോ. അവിടെ ഡെറിവേറ്റീവ് ആയിരുന്നെങ്കിൽ അവർ രണ്ട് ഇങ്ങനെ ഇട്ടേനെ, y2' ഇട്ടേനെ കേട്ടോ. അങ്ങനെയല്ലത്, ഇത് വെറും സ്ക്വയർ. അപ്പൊ ചോദിക്കുന്നത് ഇതിന്റെ ഡിഗ്രി എത്ര? വൺ ആണോ? നിങ്ങളോട് ഞാൻ എന്തോ പറഞ്ഞത്? e⁻y'. ശ്രദ്ധിക്കൂ, e⁻y' പോളിനോമിയൽ ആണോ? അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ അകത്തിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും കനോട്ട് ബി ഡിഫൈൻഡ് ആണ് ഇവിടുത്തെ ഉത്തരം. കനോട്ട് ബി ഡിഫൈൻഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് പരീക്ഷണങ്ങൾ വരാം, കണ്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം. പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയിരിക്കണം. dy/dxന്റെയോ d²y/dx² ഒക്കെ ഫംഗ്ഷൻസ് വരുവാണെങ്കിൽ അത് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയിരിക്കണം. ഇവിടെ ഇപ്പൊ അത് പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല. പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലാത്ത ഏതൊക്കെയാ ഉള്ളത്? അന്നേരം അങ്ങനെ ഒരു ചോദ്യം വരാം. ലോഗിനകത്ത് ഈ പറഞ്ഞ സാധനം വരാൻ പാടില്ല, ഈക്കകത്ത് ഈ പറഞ്ഞ സാധനം വരാൻ പാടില്ല,
ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനകത്ത് ഇത് വരാൻ പാടില്ല, ഇത്രയേ ഉള്ളൂ. ഇതിനെ പോളിനോമിയൽ ഫംഗ്ഷൻസ് അല്ലാത്ത. അപ്പൊ എന്തൊക്കെ ഓർക്കും? ലോഗ് ഇ സൈൻ ട്രിഗണോമെട്രിക്ക്. കേട്ടോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്താന്ന് പറയും? cannot be determined. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങൾക്ക് തരാം. എക്സ് വൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഓർഡർ എത്ര? 2. ഡിഗ്രി എത്ര? 1. വെരി ഗുഡ്. അതെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ടേമിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുപൂട്ടി നമുക്ക് പറയാൻ പറ്റും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അതിന് പവർ എന്തുവാ? ഒന്നുമില്ല. അതുകൊണ്ട് ഡിഗ്രി 1. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാം. അടുത്ത ഡി എസ് ബൈ ഡി ടി ദ ഹോൾ റേസ് ടു 4 പ്ലസ് 3s ഇൻറ്റു ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു 0. ഓർഡർ എത്ര? 2. ഡിഗ്രി 1. വെരി ഗുഡ്. അടുത്തത്. അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചത് ഈ ഒരു ടേമിനെ മാത്രമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചത് അല്ലേ? അതിന്റെ മണ്ടേ 4 കിടക്കുന്നോണ്ട് ചാടി കയറി ഡിഗ്രി 4 നമ്മൾ പറയത്തില്ല. കാരണം നമ്മൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അടുത്തത് മറ്റൊരു ചോദ്യം, ശ്രദ്ധിച്ച് ഉത്തരം പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 0. ഇനി ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ ഓർഡർ എന്ന് പറയുന്നത് 2, ഡിഗ്രി എന്ന് പറയുന്നത് 2. ഓപ്ഷൻ ബി ഓർഡർ എന്ന് പറയുന്നത് 1, ഡിഗ്രി എന്ന് പറയുന്നത് 1. ഓപ്ഷൻ സി ഓർഡർ എന്ന് പറയുന്നത് 2, ഡിഗ്രി എന്ന് പറയുന്നത് 1. ഓപ്ഷൻ ഡി ഓർഡർ എന്ന് പറയുന്നത് 1, ഡിഗ്രി എന്ന് പറയുന്നത് 2. ഏതായി ഇതിന്റെ ഉത്തരം? സി ഓർഡർ 2, ഡിഗ്രി 1 ആണോ? ഓപ്ഷൻ ബി. ശരി, നമുക്ക് ഇപ്പം ഒന്ന് നോക്കാം. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ശരിക്കൊന്ന് മനസ്സിലാക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ആരുടെ? ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ്. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഇതിനെ എക്സ് എന്നങ്ങ് നിങ്ങൾ വിചാരിച്ചോ. എന്താ ഞാൻ പറഞ്ഞത്? തൽക്കാലത്തേക്കിന് ദാണ്ട് ഇത്രയത്തിനെ എക്സ് എന്ന്, ഈ കാണുന്നതിനെ എക്സ് എന്നങ്ങ് വിചാരിച്ചോ ഈ ഡി വൈ ബൈ ഡി എക്സിനെ. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് പോലെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 3x റേസ് ടു അല്ലെ, ഡി ബൈ ഡി എക്സ് റേസ് ടു 3x സ്ക്വയർ നമ്മൾ എഴുതത്തില്ലേ? അത് കണക്ക് നമുക്ക് എഴുതാം. 3 ഇങ്ങ് വരും, ആ സാധനം റേസ് ടു 2 എന്ന് വരുമല്ലോ. ആ സാധനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ എക്സ് ആയിരുന്നു എങ്കിൽ, അതായത് ഞാനിപ്പോ പറഞ്ഞതാണ്ട് ഇവിടെ എക്സ് ആയിരുന്നു എങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തായിരുന്നു. എക്സ് അല്ലാത്തതുകൊണ്ട് ചെയിൻ റൂൾ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്നൊക്കെ പറയുന്ന സാധനത്തിന്റെ വെച്ചിട്ട് നമുക്ക് ഇനി ഈ അകത്തിരിക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ വേണം. അകത്തിരിക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ വരുമ്പോൾ എന്താവും? അത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. മനസ്സിലായോ ഞാൻ ഈ എഴുതിയത്? മനസ്സിലായോ? സാറേ ഓർഡറും ഡിഗ്രിയും ഒന്നും കൂടി ഒന്ന് നോക്കുന്നൊന്ന് പറയാമോ? കുറച്ച് ലേറ്റ് ആയി പോയി ക്ലാസ്സിൽ. ഓർഡർ ഒന്നുമില്ല. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ആരാണോ അതിന്റെ ഓർഡർ ആണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതാണ്ടേ, ഇത് കണ്ടോ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇതാണ് ഏറ്റവും വലിയ ഡെറിവേറ്റീവ്, ഡി സ്ക്വയർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സോ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 വരും. ഇനി അതിന്റെ മണ്ടേ പവർ ഒന്നുമില്ലല്ലോ, വെറും ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ മാത്രമല്ല. അതിന്റെ മണ്ടേ സ്ക്വയർ ഒന്നുമില്ല, ക്യൂബ് ഒന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ എന്തോന്ന് വിളിക്കും? അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണെന്ന് എഴുതി. അത്രേ ഉള്ളൂ.
അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഇരിക്കുക. അതുകൊണ്ട് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ റെഡിയാക്കി എടുത്തപ്പോ എന്തുവാ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് എന്നായിരുന്നു. അതിന്റെ ഉത്തരം നമ്മളങ്ങ് എഴുതി കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി? ഇപ്പൊ നമുക്ക് എന്തായി? ഡി ബൈ ഡി എക്സ് ഓഫ് ഇവിടെ ഈക്വൽ ടു 0 കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വലത് സൈഡ് ഈക്വൽ ടു 0 കൂടെ വരും. അപ്പം ഇപ്പൊ നമുക്ക് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തുവാ? 3 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ അകത്തിരിക്കുന്ന ആളുടെ ഡെറിവേറ്റീവ്. ആൾറെഡി ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കുന്ന ആളെ ഇനി ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഡെറിവേറ്റീവ് വരും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓർഡർ എത്ര ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത്. ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഇത്, ഓർഡർ 2. ഡിഗ്രി എന്തുവാ? അതിന് പവർ വല്ലതും ഉണ്ടോ? ഇല്ല, ഓർഡർ 1, ഡിഗ്രി 1. സിമ്പിൾ കാര്യം അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും ഇതിനകത്ത്? സി അല്ലേ, ഓർഡർ 2 ഡിഗ്രി 1. അടുത്ത മറ്റൊരെണ്ണം നോക്കാം. ഒന്നും കൂടി പറയാമോ? പിന്നെന്താ? അപ്പം ഞാനിതൊന്നുകൂടെ എഴുതി കാണിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് എന്തായിരുന്നു? ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് എന്നായിരുന്നു നമുക്ക് തന്നിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈക്വൽ ടു 0. ഇത് നോക്കിയിട്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇതിന്റെ ഹൈസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഏതാണെന്നൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഈ അകത്തിരിക്കുന്നതിനെ എക്സ് പോലെ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എങ്ങനെ എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്ന് വന്നാൽ നമ്മൾ ഇതിന്റെ ഉത്തരം എന്ത് എഴുതും? ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തുവാ? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? 3x². ഞാനിതിലെ കൊച്ചു പിള്ളേരുടെ ഞാൻ പറയാറുണ്ടായിരുന്നേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെറിവേറ്റീവ് ഈ മേളിൽ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അപ്പൊ ഇതിനെ തള്ളി താഴെ കളഞ്ഞിട്ട് അതിന്റെ തൊട്ട് പുറകിലിരിക്കുന്ന ആൾ അവിടെ കയറി ഇരിക്കുന്ന ഓർത്താൽ മതി അല്ലയോ? ഒരു മന്ത്രി കസേര പോലൊക്കെ നമ്മൾ ചിന്തിക്കുവാണെങ്കിലേ വേണ്ടേ, ഈ ഇപ്പൊ മന്ത്രി കസേരയുടെ മണ്ട ഇരിക്കുന്നത് 3, 3ന്റെ തൊട്ട് പുറകിൽ ഒരാൾ അയാളോളം വലിപ്പമുള്ള ഒരു നേതാവ് തൊട്ട് പുറകെ കാണും. നല്ല സ്നേഹത്തോടെ കൂടെ നിൽക്കുമായിരിക്കും. പക്ഷെ അയാളുടെ ഉള്ളിൽ എന്തായിരിക്കും? എങ്ങനെങ്കിലും ഈ പണ്ടാരക്കാലിൽ നിന്ന് താഴെ പോണേ, എനിക്ക് കയറിയിരിക്കാൻ എന്നുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതേ അവസ്ഥ അവിടെ. ശരി പോട്ടെ. അപ്പൊ നമ്മുടെ 3x² എന്ന് വരും. ഇതേ കാര്യം അപ്പൊ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് 3x² എഴുതിയിട്ട് നമ്മൾ ഇവിടെ നിർത്തും? എന്തുകൊണ്ടാ? നമ്മൾ ഏത് വേരിയബിളിനാണോ ഡെറിവേറ്റീവ് എടുക്കുന്നത്, ഡി ബൈ ഡി എക്സ് എന്നാ പറഞ്ഞേക്കുന്നത്, ആ എക്സുകൾ തന്നെയാണ് അകത്തെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല, 3x² ഉണ്ടെങ്കിൽ നിർത്താം. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ നേരെ വേറെയാ. എന്തുവാ? ഡി ബൈ ഡി എക്സ് ഓഫ് അകത്തിരിക്കുന്നത് വെറും എക്സ് അല്ല, ഡി വൈ ബൈ ഡി എക്സിന്റെ പവറാണ്. അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 ഇൻറ്റു ആ സാധനം ഏത്? ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു തീർന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ അകത്തിരിക്കുന്ന ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം. അകത്തിരിക്കുന്ന ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് അതെടുക്കുമ്പോൾ ആൾറെഡി ഒരു പ്രാവശ്യം ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി വൈ ബൈ ഡി എക്സിനെ ഇനി ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ അതെന്തായിട്ട് മാറും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആകത്തില്ലേ, ഈക്വൽ ടു 0. ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ടും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാറി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ ഏറ്റവും വലിയ ഓർഡറിലുള്ള ഡെറിവേറ്റീവ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് പറയാൻ വേണ്ടി ഇതല്ലയോ? ഇത് വെറും ഡി വൈ ബൈ ഡി എക്സ് അല്ലേ ഉള്ളൂ. ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. സോ നമുക്ക് പറയാം ഓർഡർ 2. ആ ഉള്ള ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ മണ്ടയിൽ പവർ വെറും ഒന്നല്ലേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ട കാര്യമില്ല, വെറുതെ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സ് റൈസ് 1 എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നോക്ക്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ മേളിൽ പവറൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെ എന്തോന്ന് എഴുതാം? അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്ന് പറയാം? 1 എന്ന് പറയാം. ക്ലിയർ ആയോ? ആയി? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനൊരു നമ്മളിപ്പോ
ഒരാൾക്ക് ഒരു ഗിഫ്റ്റ്, നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കും. ആ ഗിഫ്റ്റ് ഇരിക്കുന്നത് ഒരു അകത്തിരിക്കുന്ന ഈ എക്സ് ആണ് ഗിഫ്റ്റ്. ആ എക്സിന്റെ മണ്ടയിൽ കൂടെ നമ്മൾ പല നിറത്തിലുള്ള 3 വർണ്ണക്കടലാസ് ഇട്ട് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഏകദേശം താണ്ടി ഇതുപോലെ y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ. കണ്ടോ നിങ്ങൾ നോക്ക്, കണ്ടേ, y ഈക്വൽ ടു ഇ റൈസ് ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ നോക്ക്, നമുക്ക് വേണ്ടുന്നത് ഇപ്പം എക്സ് സ്ക്വയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇ റൈസ് ടു സൈൻ ഓഫ് ഒരെണ്ണം കൂടെ കൊടുക്കാം. അപ്പൊ ഈ പറഞ്ഞ അതേ അവസ്ഥ എത്താൻ വേണ്ടിയിട്ട്, ഈ വരച്ചിരിക്കുന്ന പടത്തിനെ പോലെ ആവാൻ വേണ്ടിയിട്ട് സൈൻ ഓഫ് ഞാൻ ലോഗ് എക്സ് എന്നിങ്ങനെ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. നമുക്കിപ്പം ഈ ഒരു പെട്ടി ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഏറ്റവും പുറത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ കളർ ചേഞ്ച് ചെയ്ത ഒരു വയലറ്റ് കളറിലെ ഒരു ബോക്സ് അല്ലേ നമ്മൾ കൈകൊണ്ട് തൊടുന്നത്. ആ പെട്ടി ഒരാൾ നമ്മുടെ കയ്യിലോട്ട് നമ്മൾ തൊടുന്നത് ആ വയലറ്റ് കളർ ബോക്സ് ആയിരിക്കും. അപ്പൊ വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് നമ്മളത് അഴിച്ച് കീറി നോക്കുമ്പോൾ അകത്തുള്ള ബ്ലൂ കളർ ബോക്സ് നമ്മുടെ കിട്ടും. എന്നിട്ടും നമുക്ക് എക്സ് കിട്ടിയില്ല, ഗിഫ്റ്റ് ഇവിടെ കിട്ടിയില്ല. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ആ ബ്ലൂ കളർ ബോക്സ് വലിച്ചെടുത്ത് കഴിയുമ്പോൾ അകത്തുള്ള യെല്ലോ കളർ ബോക്സ് നമ്മുടെ കിട്ടും. അതും കീറി കഴിയുമ്പോഴേ നമുക്ക് എക്സ് നമ്മുടെ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഇതെങ്ങനെയാ പറയുന്നത്? ഞാനൊന്ന് എഴുതാൻ പോവാ. y ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് സൈൻ ഓഫ് ലോഗ് ഓഫ് എക്സ്. ഇങ്ങനെയാണല്ലോ ഇതിനെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏറ്റവും പുറമേ ഉള്ള കവർ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കളർ മാറ്റി വെച്ചേക്കുന്നതനുസരിച്ചെങ്കിൽ ഇ എന്ന് പറയുന്നത് ഏത് ഇപ്പൊ കളറിൽ ഇപ്പോൾ ഉള്ള പെട്ടിയായിരുന്നു. ആ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു വയലറ്റ് കളർ ബോക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാധനമാണ് എക്സ്പോണൻഷ്യൽ. ഏറ്റവും പുറത്തുള്ള ആൾ ഇ ആണ്. അതിനകത്താണ് ആരിയിരിക്കുന്നത്? അതിനകത്താണ് നമ്മുടെ സൈൻ ഇരിക്കുന്നത്. അതിനകത്താണ് ആരിയിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ലോഗ് ഇരിക്കുന്നത്. കണ്ടോ? അപ്പൊ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന ഈ ഗിഫ്റ്റിനെ കൈ കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഈ പൊട്ടിച്ച് കളയണം, അതിനുശേഷം സൈൻ പൊട്ടിച്ച് കളയണം, അതിനുശേഷം ലോഗ് പൊട്ടിച്ച് കളയണം. എന്തോ ഈ പറയുന്നതൊക്കെ ആയിരിക്കും ഇപ്പൊ വിചാരിക്കുന്നത് അല്ലേ? അപ്പൊ നോക്ക്, ഇതിന്റെ ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ വായിക്കുന്ന ഓർഡർ നോക്കണം. ഇ റൈസ് ടു സൈൻ ഓഫ് ലോഗ് ഓഫ് എക്സ്. എങ്ങനെ? ഇ റൈസ് ടു സൈൻ ഓഫ് ലോഗ് ഓഫ് എക്സ്. അപ്പൊ ഞാൻ ഇതിന്റെ ഡെറിവേറ്റീവ് y ഡാഷ് എഴുതാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം ഇന്റെ ഡെറിവേറ്റീവ് എടുക്കും. ഇന്റെ ഡെറിവേറ്റീവിന് പ്രത്യേകതയുണ്ട്. എന്തുവാ ഇയുടെ ഡെറിവേറ്റീവ്? എന്തുവാ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്? എന്തുവാ ഇ റൈസ് എക്സ് തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് ഇ റൈസ് എക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈന്റെ മേളിൽ എന്തോ ഒരു സാധനം, ഒരു തേങ്ങയെന്നോ ചക്കയെന്നോ എന്തോ നിങ്ങൾ വിചാരിക്കും. ആ സാധനം അങ്ങനെ അങ്ങ് എടുത്ത് എഴുതുക. അപ്പൊ എന്തുവാ ഇ റൈസ് ടു സൈൻ ഓഫ് ലോഗ് ഓഫ് എക്സ്. അപ്പൊ ഈന്റെ മേളിൽ ഒരു ചക്കയാണെങ്കിൽ ഇ റൈസ് ടു ചക്ക, അതാ അതിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു. അപ്പോഴത്തേക്ക് നമ്മൾ ഈന്റെ പരിപാടി കഴിഞ്ഞ കേട്ടോ. ഈ എന്ന് പറയുന്ന കവർ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞു. ഇനി അടുത്ത നമ്മളെ ഈ കിട്ടുന്ന കവർ ഏതാ? ഇതിനകത്ത് ഈ പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് കിട്ടുന്ന ഏതാ? സൈൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സൈൻ അകത്ത് വേറൊരു വലിയൊരു എന്തോ ഒരു തേങ്ങ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. സൈനകത്ത് എന്തോ ഒരു തേങ്ങ ഇരിപ്പുണ്ട്. നമുക്ക് അതൊന്നും അറിയില്ലായിരില്ല. സൈനിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് തേങ്ങയെങ്കിൽ തേങ്ങ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? കോസ് ലോഗ് എക്സ്. അപ്പൊ നമ്മൾ ഇയും പോയി സൈനും പോയി. ഇനി ആരുണ്ട്? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തോ 1/x കഴിഞ്ഞു. കണ്ടോ? ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഇതേ ടെക്നിക്കാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. കണ്ടോ? ഡെറിവേറ്റീവ് ഓഫ് നമ്മളിപ്പോ എന്തോ പറഞ്ഞിരിക്കുന്നത്? dy/dx ന്റെ ക്യൂബ്. അപ്പൊ നമുക്ക് കൈ കിട്ടേണ്ടത് ആരെയാ? നമുക്ക് കൈ കിട്ടേണ്ടത് ദാണ്ട് ഇവനെയാ. ഇവന്റെ ഡെറിവേറ്റീവാ എടുക്കേണ്ടത്. അപ്പൊ അതിന്റെ മണ്ടേ കൂടെ ഒരു കവർ ഇരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയേ അല്ല, പിന്നെ എന്തുവാ ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞത്. നമുക്ക് d/dx ഓഫ് എന്തുവാ d/dx ഓഫ് y അതിന്റെ ക്യൂബ് ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പൊ എത്ര കവർ ഇവിടെ ഉണ്ട്? നാലോചിച്ച് നോക്ക്. അത് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം. ആ ഏറ്റവും പുറത്തുള്ള കവർ കണ്ട ഈ ക്യൂബിന്റെ കവറാ. ക്യൂബിന്റെ കവർ കണ്ടോ? ആദ്യം നമുക്ക് ഈ ക്യൂബിന്റെ കവർ പൊട്ടിച്ച് കളയണം. അതിനുശേഷം ഈ d/dxന്റെ കവർ പൊട്ടിച്ച് കളയണം. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്ത് ക്യൂബിന്റെ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 3 ഇൻറ്റു ആ സാധനം ഇൻറ്റു അപ്പോഴത്തേക്കിന് 3ന്റെ പോയി. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ എടുത്താൽ d²/dx² എന്നാവും. ഇതാണ് നമ്മൾ നേടി കണ്ടത്. കേട്ടോ? പോട്ടെ, കാര്യമില്ല. നമുക്ക് നമ്മുടെ ഇത് ആരും ചോദിക്കൂല. അത് പിന്നെ അതുകൊണ്ട് ഇത്രയൊക്കെ മതി. ഹലോ, പറയൂ. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളില്ലേ,
രണ്ട് ഡെറിവേറ്റീവിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് പോളിനോമിയൽ ഇക്വേഷൻ ആയിട്ട് കൂട്ടാനൊക്കെ പറ്റുമായിരിക്കും അല്ലേ? ഞാൻ ഇപ്പം ചോദിക്കട്ടെ? dy ബൈ ആ ഇപ്പൊ നാട്ടെ നമുക്ക് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? എക്സ് സ്ക്വയറും എക്സും കൂടെ ഗുണിച്ചതല്ലേ? അതെ. അതെല്ലാം പോളിനോമിയലാണ്. അതെല്ലാം പോളിനോമിയലല്ലേ വരുന്നത്. ആ പക്ഷെ അത് ലീനിയർ ആണോ ഇല്ലയോ എന്നുള്ളതാ ഇനി ചോദ്യം. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അതിനെപ്പറ്റി മിണ്ടിയിട്ടേ ഇല്ല. ലീനിയർ അല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് വെച്ചാൽ അത് അവിടെ വരട്ടെ. അവിടെ എത്തുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല അത്. ഞാനിപ്പം കോമൺ ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമല്ലേ പറയുന്നുള്ളൂ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എക്സ്, അപ്പൊ എക്സും വൈയും കൂടെ ഗുണിച്ചാൽ പോളിനോമിയലാണ്. എക്സ് സ്ക്വയർ വൈ എടുത്താൽ പോളിനോമിയലാണ്. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എടുത്താൽ പോളിനോമിയലാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോളിനോമിയലാണ്. പക്ഷേ ഇതിന്റെ കൂടെ ഒരു ലോഗ് എക്സും കൂടെ വന്നാൽ പോളിനോമിയൽ അല്ല. വ്യത്യാസം മനസ്സിലായോ? ആൾജിബ്രിക് ഇക്വേഷൻസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. ആൾജിബ്രിക് ഇക്വേഷൻസ് ആൻഡ് ട്രാൻസ്ഡെന്റൽ ഇക്വേഷൻസ് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. 8, 9, 10 നമ്മൾ പഠിക്കുമായിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ കാര്യം മാത്രം, ആൾജിബ്രിക് ഇക്വേഷൻസിനകത്ത് വരുന്ന ഒരു സാധനമാണ് പോളിനോമിയൽ ഇക്വേഷൻസ് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെ ഒഴിവാക്കണം? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ട്രിഗണോമെട്രി ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, ഇതിനകത്തൊക്കെ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം നമുക്ക്. സർ, അപ്പൊ ഈ ഒരു കേസിൽ എക്സ് വൈ ഡാഷ് മൈനസ് ഇറേസ് ടു സൈൻ ലോഗ് എക്സ് കോസ് ലോഗ് എക്സ് എന്നുള്ളൊരു ഫോം ഈക്വൽ ടു 0 എന്ന് വന്നു എന്ന് വെച്ചാൽ ഇവിടെ എക്സ് വൈ ഡാഷ് മൈനസ് സെയിം ഇക്വേഷൻ തന്നെ, മൈനസ് ഇറേസ് ടു സൈൻ ഓഫ് ലോഗ് എക്സ് ഇൻറ്റു കോസ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു 0. ഇക്വേഷൻ ജസ്റ്റ് ഈ സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? അതെ, ഇൻറ്റു കോസ് ലോഗ് എക്സ് ഈക്വൽ ടു 0. അതെ, ഇൻറ്റു കോസ് ലോഗ് എക്സ് ഈക്വൽ ടു 0. ചോദ്യം പറയും സർ. അപ്പൊ ഈ കേസിൽ വൈ ഡാഷ് എന്നുള്ള ഡി വൈ ബൈ ഡി എക്സിന്റെ ഇത് നമുക്ക് ഓർഡർ ആയിട്ട് പറയാൻ പറ്റില്ലേ? ലൈക്ക് ഓർഡർ 1 എന്ന് പറയാൻ പറ്റും. ഓർഡർ തീർച്ചയായിട്ടും വേണമെന്ന് പറയാം. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണത്. ഡിഗ്രി പറയാൻ പറ്റത്തില്ല. അല്ല സോറി, ഇവിടെ ഡിഗ്രി പറയാം. അതാ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഇവിടുത്തെ ഡിഗ്രി എത്ര? 1 ആണ്. അതാ ചോദിച്ചത്. എന്താ കാര്യം? വൈ ഡാഷിന്റെ കൂടെ എക്സ് ഉള്ളതുകൊണ്ടാണോ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ നമുക്ക് ഡിഗ്രി ഇവിടെ ഇപ്പൊ നോക്ക്, ഈക്കകത്തോ സൈനകത്തോ ലോഗിനകത്തോ കോസിനകത്തോ ഈ ലോഗിനകത്തോ എവിടെങ്കിലും ഡെറിവേറ്റീവ്സ് വരുന്നുണ്ടോ? ഇല്ല. അപ്പം ഡി വൈ ബൈ ഡി എക്സ് വരുന്നിടത്തല്ല അത് പോളിനോമിയലായിട്ടാ വന്നേക്കുന്നത്. ശരിയല്ലേ? ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് വന്ന പോളിനോമിയലായിട്ടിരിക്കും. അവിടെ ഒന്നിന്റെ അകത്ത് കയറി ഇരിക്കുമല്ലോ. അകത്ത് കയറി ഇരിക്കുന്നതൊക്കെ വെറും എക്സുകളല്ലേ. അവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോ എന്താ നമുക്കിപ്പോ എന്താ? ക്ലിയർ ആയോ? ഓക്കെ സാർ. ആക്ച്വലി അതാ ചോദിക്കാൻ ഉദ്ദേശം. ഇങ്ങനെ വരുന്ന അതെ, ഡി വൈ ബൈ ഡി എക്സ് വരുന്നുണ്ടെങ്കിൽ അത് പോളിനോമിയൽ, അതോ അതിന്റെ പവറുകളോ ഡി വൈ ബൈ ഡി എക്സുകളോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറോ അതോ അതിന്റെ ഏത് ഡെറിവേറ്റീവ് ആയിക്കോട്ടെ അതോ അതിന്റെ പവറുകളോ ഒക്കെ വരുന്നത് പോളിനോമിയൽ രൂപത്തിലായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷൻ അകത്ത് കയറിയിരുന്നാൽ അതിന്റെ ഓർഡർ നമുക്ക് പറയാൻ പറ്റൂല. ക്ലിയർ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്ക്. പലപടയെന്ന് ഉത്തരം പറയണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ സ്ക്വയറും കൂടെ ഉണ്ട്. മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു വൈ ക്യൂബ്. ഇതിന്റെ ഓർഡർ ഡിഗ്രി പറയും. ഓർഡർ 2 ഡിഗ്രി 2 ആണോ 3 ആണോ? ഉറപ്പായിട്ടും 2 സംശയിക്കേണ്ട കാര്യമില്ല. ഓക്കെ, സിമ്പിൾ. ചീളേഴ്സ് അല്ലേ? അടുത്തത് y is equal to x into dy by dx the whole cube plus d square y by dx square. ഇതിന്റെയോ ഓർഡർ എത്ര? ഓർഡർ 2 ഡിഗ്രിയോ? ഓർഡർ 2 1. അത്രേ ഉള്ളു.
നിസ്സാര കാര്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞേ dy/dx the whole cube plus 1/dy/dx ഈക്വൽ ടു 5y. ഓർഡർ എത്ര? ഡിഗ്രി എത്ര? ഓർഡർ 1 ഡിഗ്രി 3. ഡിഗ്രി 2. ഓർഡർ 1. ഓർഡർ 1 ഓക്കെ സെറ്റ്. ഡിഗ്രി 1 പറഞ്ഞു, 3 പറഞ്ഞു, 2 പറഞ്ഞു. ഇതിലേതാ ശരി? ശരി, എന്നാ ഞാന് എന്റെ പരിമിതമായ ഇത് വെച്ച് ഞാനും ചെയ്തു നോക്കട്ടെ. ഇതങ്ങനെ ചോദിച്ചോ. എന്തോ ഓപ്ഷനിൽ 4 ഉണ്ടോന്ന്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് 4 കൂടെ ഞാൻ ചേർത്ത്. ഇനി നമുക്കൊന്ന് നോക്കാം. dy/dx the whole cube plus 1/dy/dx ഈക്വൽ ടു 5y. നമ്മൾ പണ്ട് കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് 1/x ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തോ ഒരു ചകനപ്പഴ പോലൊരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് dy/dx തൊട്ട് ത്രൂ ഔട്ടോട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ആദ്യ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് dy/dx the whole raised to 4 ആവുകയെ, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 1 ആവുകയെ, മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 5y into dy/dx എന്നാവത്തില്ലേ? ആക്ച്വലി ഇതല്ലയോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അതിനെ ഒന്ന് ഊടായ്പിലൂടെ മാറ്റി നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ടല്ലേ ഇങ്ങനെ വെച്ചേക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ആരെങ്കിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതൂ? ശരിയല്ലേ? മനസ്സിലായോ? അതായത് ഇങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതിയാൽ എന്തോ തെറ്റെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ എഴുതി വെക്കാറില്ല. ഇപ്പൊ നമുക്കൊരു ചോദ്യം ചെയ്ത് ഇങ്ങനെ ഉത്തരം കിട്ടുന്നെങ്കിൽ പോലും അതിനെ നമ്മൾ ഈ രൂപത്തിലാക്കി വെക്കും. അതാണ് ഒരു അന്തസ്സ് എന്ന് പറയുന്നത്, അല്ലെ? റാഷണലൈസ് ദ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ആ സംഭവമാണ്. നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്നുള്ള ഡെറിവേറ്റീവ് ഒക്കെ ഒഴിവാക്കി അതിനെ ഒരു മര്യാദയ്ക്ക് വൃത്തിമനയുള്ള രൂപത്തിലാക്കി വെക്കും. അപ്പൊ ഇതാണ് ആക്ച്വലി ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി പറഞ്ഞേ ഓർഡർ എത്ര? 1 അല്ലേ? ഡിഗ്രി എത്ര വരും? 4. അപ്പൊ ഇനി സംശയിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഇത്രയൊന്നുമില്ല, ആകെ ഒറ്റ ഉത്തരേ ഉള്ളൂ, 4. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം ഇതുപോലൊരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞു. 4 ഇൻറ്റു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, മനസ്സിലായല്ലോ? 4th റൂട്ട് ഓഫ് d²y/dx² ഈക്വൽ ടു തേർഡ് റൂട്ട് ഓഫ് എന്താണ്? dy/dx. അപ്പൊ ഇവിടെയും കണ്ടോ, ഇങ്ങനെ റൂട്ടുകളൊന്നും ഇട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഫൈനലൈസ് ചെയ്ത് വെക്കത്തില്ല. ഇങ്ങനെ എഴുതിയാൽ എന്തോ തെറ്റ്? ഒരു തെറ്റുമില്ല. തെറ്റില്ലാത്തതുകൊണ്ടാണല്ലോ അത് ചോദ്യമായിട്ട് നമുക്ക് വരുന്നത്. പക്ഷെ ഇങ്ങനെ വെച്ച് അങ്ങ് നിർത്തരുത്. ഇതിനെ റെഡിയാക്കിയിട്ട് പറയണം. ഓർഡർ ഡിഗ്രിയും പറയണേ. ഓർഡർ പറയാൻ ആരുടെ ചോദിക്കണ്ടായിരുന്നില്ല. ഓർഡർ പറഞ്ഞു. ഓർഡർ 2. ഡിഗ്രിയുടെ കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ ഇനി എന്ത് വരുമെന്നുള്ളത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു പറയാോ. ഡിഗ്രി എത്ര വരും? എനിക്ക് ഡിസ്റ്റർബൻസ് എന്തോ ഉണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഞാൻ ഇത്തിരിയും കൂടെ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലൊന്ന് എഴുതുക. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിരുന്നത്? x⁻² എന്ന് എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കണ്ടിട്ടില്ലേ? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻² എന്ന് എഴുതി കണ്ടിട്ടില്ലേ? അതെ, ആ രീതിയിൽ നമുക്ക് ഈ ആദ്യത്തുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേമിനെ എങ്ങനെ എഴുതാം? അതെ, d²y/dx² the whole raised to നമുക്ക് അവിടെ വരുന്ന പവർ എന്ന് പറഞ്ഞാൽ 1/4. റൈറ്റ് സൈഡിൽ എങ്ങനെ വരും? dy/dx the whole raised to എന്തോ വരും? 1/3 എന്ന് വരും. അപ്പൊ ഈ സത്യത്തിൽ നമുക്ക് ഈ 1/4 1/3 എടുത്ത് കളയണം. എന്തോ ഒരു മാർഗം. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം നമുക്ക് ഈ 1/4 കളയാനുള്ള വഴി ആലോചിക്കാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് x⁻² ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ടെന്ന് വെച്ചോ. അതായത് റൂട്ട് എക്സ് ഈക്വൽ ടു 5. എക്സ് കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യൂടെ നിങ്ങൾ? എക്സ് കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യും നമ്മള്? ചുമ്മാ സ്ക്വയർ ചെയ്താൽ പോരെ?
സ്ക്വയർ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന അത്രയും പവർ അങ്ങ് എടുക്കും. ഡിനോമിനേറ്ററിൽ 1/2 വന്ന അത്രയും പവർ, അതായത് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, എക്സ് റൈസ് ടു 1/2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്ര വരും, 5 സ്ക്വയർ. അപ്പൊ ഇടത് സൈഡിൽ ചെയ്താൽ വലത് സൈഡിലും ചെയ്യണമല്ലോ. അപ്പൊ ഇതേ ടെക്നിക്ക് നമ്മൾ ഇവിടുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 1/4 പോകാൻ വേണ്ടി നമ്മൾ എത്ര പവർ എടുക്കേണ്ടി വരും, റേസ് ടു 4. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/4 ദ ഹോൾ റേസ് ടു 4 നമ്മൾ എടുത്തു. ഇതേ 4 അപ്പുറത്ത് എടുക്കണം. അപ്പൊ എന്താവും അത്, ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ റേസ് ടു 4 നമ്മളിപ്പോ എടുക്കാൻ പോവാ. ആൾറെഡി ബൈ 3 അവിടെ ഉണ്ട്, 4/3 എന്നാവും. ഇരിക്കട്ടെ. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്തായിട്ട് മാറി നിങ്ങൾ പറഞ്ഞേ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/4 4. അപ്പൊ അത് പോയിട്ട് എന്തായിട്ട് വരും, 4/4 എന്നാവുകയെ. ഈക്വൽ ടു വലത് സൈഡിൽ എന്ത് വരും, ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ റേസ് ടു 4/3 എന്ന് വരും. അപ്പൊ ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആയി അല്ലെ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നായി. ഈക്വൽ ടു വലത് സൈഡിൽ മാത്രം എന്തോന്ന് കിടക്കുന്നു, ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ റേസ് ടു 4/3 എന്ന് കിടക്കുന്നു. ഇവിടെ നമുക്ക് ഇനി ആരെയാ ഒഴിവാക്കേണ്ടുന്നത്, ഈ ബൈ 3 അല്ലേ ഒഴിവാക്കേണ്ടുന്നത്. നേരത്തെ ബൈ 4 വന്നപ്പോൾ നമ്മൾ റേസ് ടു 4 എടുത്തതുപോലെ ഇവിടെ ബൈ 3 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റേസ് ടു 3 എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് വരത്തില്ലേ. രണ്ടിടത്തും നമ്മൾ 3 ആ എടുക്കുന്നത്. അപ്പൊ വലത്ത് സൈഡിൽ വീണ്ടും 3 എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് എന്താവും, ഞാൻ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക, ഡി വൈ ബൈ ഡി. കാരണം PSC പരീക്ഷയ്ക്ക് നമുക്ക് 2-3 സ്റ്റെപ്പുകൾ മുന്നേ കണ്ട് പോകാനുള്ള ഒരു മാനസിക നില ഉണ്ടാക്കി എടുക്കണം. ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ എഴുതും, അത് വേറെ കാര്യം. പക്ഷെ ഇത് മനസ്സിലായോ നിങ്ങൾ പറ, ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയതിൽ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ നാണ്ട് ഇവിടുത്തെ 3 പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡും റേസ് 3 എടുത്തു. അപ്പൊ ഈ സൈഡിൽ 3 വരുകയും ചെയ്തു, മറ്റേ സൈഡിൽ കിടന്ന ഡിനോമിനേറ്റർ കിടന്ന 3 ക്യാൻസൽ ആയി അടിച്ചു പോയി, അവിടെ 4 മാത്രമായി. ഇനി നിങ്ങൾ പറയും ഡിഗ്രി എത്ര, ഓർഡർ എത്ര? ഓർഡർ 2 വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താണ്ട് ഡി ക്യൂബ് വൈ ബൈ, നോക്കി തന്നെ പറയാൻ പറ്റും കേട്ടോ, ഇത് വെറി ഡൂപ്പിളി ചോദ്യം ആയിപ്പോയി. മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ റേസ് ടു 2/3 ഈക്വൽ ടു 0. എന്റെ ആൻസർ നിങ്ങൾ നോക്കണേ. ഒരെണ്ണൂടെ നോക്കട്ടെ, ഒരു ചോദ്യം കൊണ്ടുണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 3 പ്ലസ് റൂട്ട് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. ഇത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ, നമുക്ക് മണിയിട്ട ഇടയുണ്ട്. അടുത്ത മറ്റൊരു ചോദ്യം, y3 ഡാഷ് പ്ലസ് 2y2 ഡാഷ് പ്ലസ് y ഡാഷ് ഈക്വൽ ടു 0. ഇതിന്റെ നിങ്ങൾ നോക്കി പറയാം. ഇതിന്റെ ഓർഡർ ഡിഗ്രി പറയും, ഇതിന്റെ ഓർഡർ എന്തോ, ഓർഡർ 3. വെരി ഗുഡ്. ശരി. അപ്പൊ ഇതാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്ക്. ഇനി അപ്പൊ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ കുറെ പരിചയപ്പെട്ടു, കുറെ ഇക്വേഷൻസ് ഒക്കെ നമ്മളിങ്ങനെ കണ്ടു അല്ലെ, കുറെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ നമ്മളിങ്ങനെ കണ്ടു, അത് ഓരോന്നും ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, വേണ്ടേ, ഞാൻ y ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വെറുതെ ഞാനിങ്ങനെ എടുക്കുക. ഞാൻ ചുമ്മാ ഒന്ന് ഡെറിവേറ്റീവ് എടുത്തു കേട്ടോ. അപ്പൊ എന്ത് കിട്ടി, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വലത് സൈഡ് മാറ്റമില്ല, കണ്ടോ, വലത് സൈഡ് മാറ്റമില്ല. വേണമെങ്കിൽ എനിക്ക് ഇതിന് പകരം y എന്ന് കൊടുത്തുകൂടെ, കാരണം വൈന്റെ വില ഇ റൈസ് ടു എക്സ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഇവിടെ കണ്ട പുതിയൊരു ഇക്വേഷൻ ഡെറിവേറ്റീവ് ഡെവലപ്പ് ആയി വന്ന ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ, കണ്ടോ, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലയോ, അല്ലേ? അപ്പൊ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ എടുത്തൊരു ഇക്വേഷൻ കണ്ടോ, വൈന്റെ വില ഇ റൈസ് ടു എക്സ്. ഇതിന്റെ അർത്ഥം എന്തുവാ, ഈ എഴുതി വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്തുവാ, ഈ സ്ക്രീൻ നിങ്ങൾ കാണുന്നതിന്റെ അർത്ഥം എന്തുവാ, ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നതിനകത്ത് വൈക്ക് പകരം ഇ റൈസ് ടു എക്സ് ഇട്ട് കൊടുത്താൽ അപ്പുറവും ശരിയാവുമെന്ന് അതിന്റെ അർത്ഥം. നോക്കാം നമുക്ക്. ലെഫ്റ്റ് സൈഡ് എന്താ വരും, ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് എന്താ വരും, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു വൈന്റെ വില ഇ റൈസ് ടു എക്സ്. ശരിയല്ലേ, ഇത് ശരിയല്ലേ? ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത് ഇ റൈസ് ടു എക്സ് ആണ്, റൈറ്റ് സൈഡിൽ കിട്ടുന്നത് ഇ റൈസ് ടു എക്സ് ആണ്.
അതായത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് വൈന് പകരം നമ്മൾ എന്ത് കൊടുത്താലാണോ അവിടെ ശരിയാവുന്നത്, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്തുവാ? സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വൈന്റെ വിലേനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാ കേട്ടോ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നോക്ക്, എന്റെ കയ്യിൽ y ഈക്വൽ ടു ഇ റേസ് ടു 3x എന്ന് പറയുന്നൊരു ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കാൻ പോകും. അപ്പൊ എത്ര വരും? dy ബൈ ഡി എക്സ് ഈക്വൽ ടു 3e⁻³ എന്ന് വരും. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പൊ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സിന്റെ മണ്ടയില് 3 എന്ന് പറയുന്ന കവറുണ്ട്, അതിന്റെ മണ്ടയിലാണ് ഈ കിടക്കുന്നത്, കണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വേണ്ട, എക്സിന്റെ മണ്ടയിൽ 3ന്റെ കവർ, അതിന്റെ മണ്ടയിൽ കൂടെ ഇന്റെ കവർ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഇന്റെ ഡെറിവേറ്റീവ് എടുക്കണം, പിന്നെ 3ന്റെ ഡെറിവേറ്റീവ് എടുക്കണം, അങ്ങനെ എക്സ് നമ്മുടെ ആയി കിട്ടും. അങ്ങനെ രീതിയിൽ ചിന്തിച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആദ്യം ഇന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ e⁻³ തന്നെ വരും, പിന്നെ ഇൻറ്റു ഒരു 3യും കൂടെ വരും. അതിനെ ചേർത്താണ് ഞാൻ എങ്ങനെ 3e⁻³ എന്ന് എഴുതിയത്. ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്താൽ എത്ര വരും? d² y ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കിന് നമുക്കത് 9e⁻³ എന്നാവും. അപ്പൊ ഈക്വൽ ടു നമുക്ക് അതിന് എഴുതാം 9 ഇൻറ്റു, ഇതാണ്ട് ഈ e⁻³ വില നമുക്കറിയാമല്ലോ y ആണെന്ന്, അവിടെ കൊടുത്തു വെച്ചുമ്പോൾ 9y എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? d² y ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 9y എന്ന് നമുക്ക് കിട്ടി. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് ഞാൻ എടുത്തു. ഇനി എന്റെ ഒരു ചെറിയൊരു സംശയം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാ. ഈ വൈക്ക് ഞാൻ ഇവിടെ കൊടുത്തത് e⁻³ ആണ്. ഇനി എന്റെ ഒരു ന്യായമായ ഒരു സംശയം, ഈ e⁻³ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ? e⁻³ കൊടുത്താൽ, വൈക്ക് പകരം e⁻³ കൊടുത്താൽ ഇത് ശരിയാവോ? ഇതാ എന്റെ ചോദ്യം. അപ്പൊ എന്താണ്ട് ഇവിടെ ഇപ്പൊ എന്താണ്ട് ഇങ്ങനെ y ഈക്വൽ ടു e⁻³ എടുത്ത് ചെയ്യാൻ പോവാ. അപ്പൊ dy ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ എന്തോ വരും? -3e⁻³ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ d² y ബൈ ഡി എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ -3യും -3യും കൂടെ ചേർന്ന് വീണ്ടും 9 ആവും, e⁻³ ആവും. ഈ e⁻³ പകരം നമുക്ക് y കൊടുക്കാം, അപ്പൊ 9y ആയി. സെയിം ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, d² y ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 9y എന്ന് പറയുന്ന ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടി. അതൊക്കെ എങ്ങനെ ശരിയാവും? e⁻³ കിട്ടി, ഇവിടെ y ഈക്വൽ ടു e⁻³ കിട്ടി, കണ്ടോ? അപ്പൊ ഇതൊക്കെ ഓരോരോ സൊല്യൂഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ജനറൽ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട്. എങ്ങനെ? y ഈക്വൽ ടു e⁻³ പ്ലസ് e⁻³ ഇതും സൊല്യൂഷൻ ആയിരിക്കും. സംശയമുണ്ടോ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. നോക്ക്, ഇതിനെ, ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy ബൈ ഡി എക്സ് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? അത് എന്ത് വരും എന്ന് ആലോചിച്ച് നോക്ക്. 3e⁻³ മൈനസ് 3e⁻³ എന്ന് വരും. ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? d² y ബൈ ഡി എക്സ് സ്ക്വയർ. ഇതല്ലേ e⁻³ അല്ലേ? ഈ മൈനസ് അല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, താങ്ക് യു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 3e⁻³ അത് മാറിയിട്ട് അവിടെ 9 ആവും. 9e⁻³ എന്നാവും. നടുക്ക് ഒരു മൈനസും കൂടി വരുമ്പോൾ അത് പ്ലസ് ആവും, പ്ലസ് 9e⁻³ എന്നാവും. അവിടെ നമുക്ക് 9 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി e⁻³ പ്ലസ് e⁻³ എന്ന് വരും. ആ സമയത്ത് അത് നമുക്ക് 9 ഇൻറ്റു y എന്ന് എഴുതാം. അപ്പൊ എന്ത് സംഭവിച്ചു? d² y ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ കിട്ടി. അപ്പം ഇത്തിരിയും കൂടെ ജനറൽ ആക്കി നമുക്ക് എഴുതി കൂടെ എന്ന് ചോദിച്ചാൽ, ഇതിന്റെ ശരിക്കുള്ള ജനറൽ സൊല്യൂഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? y ഇസ് ഈക്വൽ ടു ae⁻³ പ്ലസ് be⁻³ ഇതിനെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ കിട്ടും, ഒരു മാറ്റവും ഇല്ല. എയും ബിയും കോൺസ്റ്റൻസ് 2, 3, 5 എന്നൊക്കെ പറയുന്ന പോലത്തുള്ള കോൺസ്റ്റൻസ് കണ്ടോ? അപ്പം കുറെ സൊല്യൂഷൻസ്, 1, 2, 3 ഒക്കെ സൊല്യൂഷൻസ് ഉണ്ടാവും. ഇത് അപ്പൊ അതും കൂടെ പ്രത്യേകം ഓർക്കണം കേട്ടോ. ഇവിടെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കേട്ടോ. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെയാ? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്.
സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിനകത്ത് അതിന്റെ ജനറൽ സൊല്യൂഷനകത്ത് 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവും. ഇത് മുമ്പത്തെ ഒരു PSC പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ. ഇത് നമ്മൾ വരുന്നുണ്ട്, ആ സമയം എത്തുമ്പോൾ ഞാൻ പറയാം. ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് നമ്പർ ഓഫ് അൺനോൺസ് മീൻസ് അറിഞ്ഞുകൂടാത്ത കോൺസ്റ്റൻസ് എത്രണ്ണം ഉണ്ടാവുമെന്ന്, എന്നിട്ട് 0, 2, 3, 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കിടക്കും. അപ്പൊ നമ്മൾ 2 ആണ് എഴുതാൻ കാരണം സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ അവിടെ 2 അൺനോൺസ് ഉണ്ടാവും ജനറൽ സൊല്യൂഷനകത്ത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കാം. പിന്നെ കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തുവാന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്തുവാന്ന് പഠിച്ചു, ഡിഗ്രി എന്തുവാന്ന് നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പൊ ഇന്നൊരു ഫസ്റ്റ് ക്ലാസ് നമ്മൾ തുടങ്ങി. ആദ്യം ആ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തോട്ട് ചവിട്ടി അങ്ങോട്ട് കയറുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് നമ്മുടെ പിന്നെ സിലബസ് പ്രകാരമുള്ള ടോപ്പിക് വഴി അങ്ങ് കയറാം. അന്നേരം നിങ്ങൾക്ക് ഫോളോ ചെയ്ത് എൻ്റെ കൂടെ വരാൻ പറ്റും. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നിങ്ങൾ പറയണം. ഓക്കെ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? താങ്ക് യു സർ. ഓക്കെ. അപ്പൊ ഇന്ന് എന്തോരം നിങ്ങൾക്ക് പിന്നെ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, എന്നെ അറിയിച്ചോളൂ. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നോട് പറയാം. ഓക്കെ. ഞാനിപ്പോ ഈ എഴുതിയിടാണ്ട് ഈ സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഞാനിപ്പോ PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുത്തേക്കാം, നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഇതിന് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടേ നിങ്ങൾ കിടക്കാവൂ കേട്ടോ. വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങളെ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. ഇന്ന് ഫസ്റ്റ് ക്ലാസ്സാണ്, ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് തന്നെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി അങ്ങ് പോവുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് അയച്ചു തരാം. അപ്പൊ അതും കൂടെ ചെയ്ത് പോകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ ആവത്തില്ല കേട്ടോ. അപ്പൊ തൽക്കാലം നമുക്ക് പിരിയാം. സാർ ഒന്ന് ചോദിച്ചോട്ടെ? പറയൂ. സാർ, നമ്മൾ ഇതിന്റെ ഈ PSC എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള PSC മാത്സ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമോ? ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് പറഞ്ഞു തരുന്നത്, പഠിപ്പിക്കുന്നത്. അതൊക്കെ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യും. ഓരോ പോർഷൻസ് തീർന്നു വരുന്ന മുറയ്ക്ക് അതിനകത്തുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കവർ ചെയ്ത് പോകും. പിന്നെ അത് കൂടാതെ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിലും കേരള PSCക്കും ഒക്കെ നടത്തിയിട്ടുള്ള ഈ ലെവലിലുള്ള നിങ്ങളുടെ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളുണ്ട്. അതായത് പിന്നെ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട് പല പരീക്ഷകൾക്കായിട്ട് നടത്തുന്നത് കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഇതുപോലത്തെ ഉള്ള മറ്റു ചോദ്യങ്ങൾ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് നമ്മുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇതങ്ങ് പഠിക്കുക. നമുക്ക് എന്ത് പറയുന്നത്, പിന്നെ ഈ മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ ഇപ്പം GK ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് ചുമ്മാ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തൊന്നും അങ്ങനെ ചുമ്മാ കാണാതെ പഠിച്ചു വെച്ച് നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ഓരോ ചോദ്യവും ഓരോ ഡിഫറെന്റ് ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നേരം, അപ്പൊ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യണം. മനസ്സിലായോ? ഷോർട്ട് കട്ട് വേണ്ടെന്നല്ല, എന്നാൽ സമയം ലാഭിക്കണമല്ലോ നമുക്ക്. അപ്പൊ സമയം ലാഭിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം ഷോർട്ട് കട്ടും വേണം. അതേ സമയത്ത് പിന്നെ ഇതെന്താ ഇങ്ങനെ അതിന്റെ കാരണം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പുഷ്പം പോലെ നിങ്ങൾക്ക് കിട്ടും. അത് ഇന്ന് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല സർ. ഇതുപോലെ ബാക്കിയെല്ലാം നമ്മളങ്ങ് പഠിക്കും, അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യം കേട്ടോ. ഹോംവർക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമല്ലോ. പിന്നെന്താ സിലബസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കത്തുള്ളൂ. പോരെ? നിങ്ങൾ ചെയ്തിട്ട് അയച്ചോ. കിട്ടുന്നവർ അയച്ചോ. അന്നേരം അതനുസരിച്ച് നമുക്ക് നോക്കാം. ശരി സാർ. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സ്മാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻവർഷങ്ങളിലെ വിജയികളെ സമ്പാദിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ
ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ട് ഉൾപ്പെടെ വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.